എന്റെ വണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടയാളം വേണ്ട എനിക്കറിയാവുന്നേ. അല്ലല്ലല്ല ഇതെന്നെ പോടാ മറ്റോരത് എന്നെ കളിപ്പി എന്ത് അപ്പൊ ഇതെന്നാ എന്താ സംഭവം? അതെല്ലാം മാറ്റി പൊക്കി മുകളിലോട്ട് പോയിട്ട് എടാ എന്റെ വണ്ടിയുടെ പൊന്നു മക്കളെ 2017 മോഡൽ, അത് വേറെ കളർ ഫോർച്യൂണർ. ഇങ്ങോട്ട് നോക്കി 2026 മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജ ഓട്ടോമൊബൈൽസ് അല്ലേ. എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തേക്കുന്നത്? ഇതിനകത്ത് ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബ്രൗൺ കളർ 2017 വണ്ടിയായിരുന്നു. നമ്മൾ ഇതിനെ 2026 ലെജൻഡർ ആക്കി കൺവേർട്ട് ചെയ്ത് അതിനകത്ത് എയറോ ബോഡി കിറ്റ് ചെയ്തേക്കുക. മൊത്തത്തിൽ ലുക്ക് അങ്ങ് മാറ്റി. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കംപ്ലീറ്റ് ഹെഡ്ലൈറ്റ് ബമ്പർ എല്ലാം ചേഞ്ച് ചെയ്തു. ഇതിനകത്ത് ഹെഡ്ലൈറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലെജൻഡറിന്റെ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് DRL ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലെജൻഡർ ബമ്പർ ഉണ്ട്, ഗ്രില്ല്, ഫോഗ് ലാമ്പ്. അതുകൂടാണ്ട് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എയറോ ബോഡി കിറ്റ് ആണ്. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ബമ്പർ സ്കേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ്. ഇതിനകത്ത് എയറോ ഫ്രണ്ട് സ്കേർട്ടിംഗ്, ബാക്ക് സ്കേർട്ടിംഗ്, അതുപോലെ തന്നെ ഇതിനകത്ത് ഫോഗ് ലാമ്പിന്റെ ഒരു കവർ യൂണിറ്റും കൂടി വരുന്നുണ്ട്. ഇത് ശരിക്കും ബാക്കിലേക്ക് വരുന്നുണ്ട്. ഇതിന് ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. പ്രമോദ് ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ടെയിൽ ലാമ്പ് മാറിയിട്ടുണ്ട്, ബാക്ക് ബമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കിൽ എയറോ കിറ്റിന്റെ സ്കേർട്ടിംഗ് വന്നിട്ടുണ്ട്, പിന്നെ വന്നേക്കുന്നത് ഡിക്കി കാറിന് LED വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള, അതായത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ ആന്ധ്രയിൽ നിന്നൊക്കെ അടക്കം നിരവധി വണ്ടികളാട്ടത് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്ന ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് സ്റ്റിയറിംഗ് കാർബൺ ഫൈബർ ആക്കിക്കുക. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞേ, നമ്മൾ കാറിന്റെ ഫേസ് ലിഫ്റ്റിംഗ് മാത്രമല്ല ഇന്റീരിയറും ചെയ്യുന്നുണ്ട്. മൊത്തം എല്ലാം ഉണ്ട്. എല്ലാ A to Z കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. A to Z എല്ലാം ചെയ്യുന്നുണ്ട്. 2015 മോഡൽ പോർഷയിലാണ് ഞാനിരിക്കുന്നത്. പക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 മോഡലാണ്. ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്തേക്കണേ? ഇതിൽ കുറെ സാധനം മാറിയിട്ടുണ്ട്. നമ്മൾ ലെജൻഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ബോണറ്റ്, ഫെൻഡർ, ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല് എല്ലാം മാറിയിരിക്കുക. പുറത്തുനിന്ന് നോക്കിയ ഒരു പുതിയ വണ്ടി 2025 പോർഷയായി. ബാക്കിൽ നമ്മൾ ഡിക്കി ഡോർ മാറി, കണക്റ്റിംഗ് ടെയിൽ ലൈറ്റ് ആക്കി, ബാക്കിലെ ബമ്പർ മാറി. മൊത്തത്തിൽ അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. പഴയ വണ്ടി ഇപ്പൊ ഇടിച്ച വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് പുത്തൻ മോഡലാക്കാം. ഏത് പഴയ വണ്ടി, ആക്സിഡന്റ് വണ്ടി നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇത് കണ്ടോ, ഇത് 2010 ഇന്നോവ. ഇത് നമ്മൾ 2015 ടൈപ്പ് 4 കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നത്. മൊത്തം മാറി. ഇത് 2010 വണ്ടി. ഇത് ടൈപ്പ് 4 ലേറ്റസ്റ്റ് മോഡലിലോട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഈ കിറ്റാണ് ആഡ് ചെയ്യുന്നത് ശരിക്കും. ഇതിനകത്ത് മൊത്തം ഇതിന് ഈ പോർഷെ മാറിയിരിക്കുന്ന പോലെ തന്നെ ബോണറ്റ്, ഫെൻഡർ, ബമ്പർ, ഹെഡ്ലൈറ്റ് ഇതൊക്കെ DRL ഉള്ള ഹെഡ്ലൈറ്റ്. ഓക്കെ. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഹെഡ്ലൈറ്റുകളാണ്. ഇന്റീരിയർ ചെയ്തിട്ടുണ്ടല്ലേ? ഇത് കംപ്ലീറ്റ് ഇന്റീരിയർ ചെയ്തേക്കുന്ന വണ്ടിയാ. വണ്ടി സീറ്റ് അടക്കം. സീറ്റ് അതുപോലെ ഡോർ പാഡ്, ഗിയർ ബൂട്ട് എല്ലാം നമ്മൾ ടാനും ബ്ലാക്കും വെച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് LED ടൈൽ ലൈറ്റ്, ഡിക്കി കാറിന് LED, പിന്നെ ബാക്കിലെ ബമ്പറും മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഏൽപ്പിച്ചാൽ മതി. അതെ, ആക്സറീസും കാര്യങ്ങളും കിറ്റും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കംപ്ലീറ്റ് കിറ്റും പാർട്സ് എല്ലാം നമുക്ക് ഒരിടത്തേക്ക് പോകണ്ട. അതായത് പഴയ വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് ഏത് മോഡലിലേക്ക് മാറണം പറഞ്ഞാൽ മതി. സെറ്റാക്കി കൈ കൊടുക്കും. നമുക്ക് ഉത്തരവാദിത്തമായിട്ട് ചെയ്ത് തരാം. എവിടെ നിന്നാണ് വണ്ടി എടുക്കൂലോ. നമുക്ക് ഇതിന്റെ കിറ്റുകൾ ഇതുപോലെ മോഡിഫിക്കേഷൻ നടത്തുന്ന ഗ്യാരേജുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് കിറ്റ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ ഇപ്പം ആന്ധ്രയിൽ നിന്നാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ആരാണെങ്കിലും കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് ചെയ്ത് കൊടുക്കുമോ? അതുണ്ട്, പിക്ക് ആൻഡ് ഡ്രോപ്പ് സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. എവിടെയാണെങ്കിലും നമുക്ക് വണ്ടി പിക്ക് ചെയ്ത് മോഡിഫൈ ചെയ്ത് കംപ്ലീറ്റ് വർക്ക് തീർത്ത് അവർക്ക് അവരുടെ സ്പോട്ടിൽ ഡെലിവറി കൊടുക്കും, ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തായാലും നമ്പർ ഞാൻ കൊടുക്കുവാണ്. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമല്ലോ? ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൊടുപുഴ വെങ്ങല്ലൂർ കോളാനി ബൈപ്പാസിൽ രാജ ഓട്ടോമൊബൈൽസ് ആണ്. അപ്പൊ എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോ. ടൊയോട്ട വണ്ടി പ്രത്യേകിച്ചോട്ടാ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാ നോക്കടാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം എനിക്ക് ചെയ്തു തന്ന പോലെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കും കേട്ടോ. തീർച്ചയായിട്ടും കേട്ടോ. എനിക്കറിയാൻ തന്നെ. ഓക്കെ.